എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ച് കാണുമല്ലോ. കൂട്ടത്തിൽ അടിപൊളി സദ്യയും കഴിച്ചിട്ടുണ്ടാവും. ഓണസദ്യക്കും ചിലതൊക്കെ പറയാനുണ്ട്. സദ്യക്ക് ഇലയിടുന്നത് മുതൽ കറികൾ വിളമ്പുന്നത് വരെ കണക്ക്. തൂശനില വിരിച്ച് പല കൂട്ടം കറികളും ചോറും വിളമ്പിയാണ് സദ്യ കഴിക്കുന്നത്. തുമ്പ് മുറിയാത്ത വാഴയിലയിലാണ് സദ്യ വിളമ്പേണ്ടത്. സദ്യ കഴിക്കാനിരിക്കുന്ന ആളുടെ ഇടതുവശത്ത് വാഴയിലയുടെ തുമ്പ് വരുന്ന തരത്തിലാണ് ഇല വെക്കുന്നത്. സദ്യയുടെ ക്രമത്തിൽ ഉപ്പ് കഴിഞ്ഞാൽ പിന്നീടെത്തുന്ന വിഭവമാണ് ഉപ്പേരി. ഇലയുടെ ഇടത്തെ അറ്റത്താണ് ഉപ്പേരി വിളമ്പുന്നത്. ഇലയുടെ വലത്തെ അറ്റത്തായിട്ട് അവിയൽ വിളമ്പും. അതിനടുത്തായിട്ട് തോരനും കിച്ചടിയും പച്ചടിയും തുടർന്ന് കൂട്ടുകറിയും കാളനും ഓലനും വിളമ്പും. തോരൻ, എരിശ്ശേരി, മെഴുക്കുപുരട്ടി ഇതൊക്കെയാണ് മറ്റു കറികൾ. ചോറ് വിളമ്പിയാൽ ആദ്യം പരിപ്പ് കൂട്ടിയും അത് കഴിഞ്ഞ് സാമ്പാർ കൂട്ടിയും പിന്നീട് പുളിശ്ശേരി കൂട്ടിയും ചോറ് കഴിക്കാം. പായസങ്ങളിൽ ആദ്യം അടപ്രഥമനാണ് വിളമ്പാറുള്ളത്. അതിനുശേഷം പഴപ്രഥമൻ, കടലപ്രഥമൻ, ഗോതമ്പ് പായസം എന്നിവയും വിളമ്പാറുണ്ട്. ഏറ്റവും അവസാനമാണ് പാൽപായസം വിളമ്പുന്നത്. മോര് വിളമ്പുന്നതോടുകൂടി